ഫെബ്രുവരി 27, 2002 രാവിലെ അയോധ്യയിൽ നിന്ന് അഹമ്മദാബാദിലോട്ട് പോകുന്ന സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിന് പോകുന്ന വഴി ഗോദ്ര എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ്റെ അടുത്ത് നിർത്തുകയും അവിടെ വെച്ച് ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ്, അതായത് S6 എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് തീ പിടിക്കുകയും അതിൽ 59 ആളുകൾ മരണപ്പെടുകയും ചെയ്തു. അതിനകത്ത് സ്ത്രീകളും കുട്ടികളും വലിയവരും ചെറിയവരും പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടായ സമയത്തുള്ള ഫൈൻഡിങ്സ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതൊരു ആക്സിഡൻ്റലി സംഭവിച്ചൊരു തീപിടുത്തമാണ്. അതിനുശേഷം സുപ്രീം കോടതി നിയമിച്ച ഒരു SIT ടീം അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും അങ്ങനെ നീണ്ട 12 വർഷം കൊണ്ട് അവർ അത് ആക്സിഡൻ്റ് അല്ല, അതൊരു കൊലപാതകങ്ങളാണെന്ന് കണ്ടുപിടിക്കുകയും അതിൽ ഒരു 31 ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പെഷ്യൽ ടീം കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ പേരാണ് നാനാവതി കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞത് ഇത് റിയലായിട്ട് നടന്ന സംഭവം. ഇനി സിനിമയിലോട്ട് വരാം. 12th ഫെയിൽ, സെക്ടർ 36, ഇതിലെല്ലാം പെഷക് പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ വിക്രാന്ത് മെസ്സി, പിന്നെ രാശി ഖന്ന, പിന്നെ റിതി, ഇപ്പോൾ ഇവരെല്ലാം മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഇക്ത കപൂർ, ശോഭ കപൂർ പ്രൊഡ്യൂസറായിട്ടുള്ള ബാലാജി ഫിലിംസിൻ്റെ മൂവിയാണ് സബർമതി റിപ്പോർട്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഡിങ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് പാട്ട്, കുറച്ച് കോമഡി, കുറച്ച് ലവ് സ്റ്റോറി, പിന്നെ കുറച്ച് ഫിക്ഷണൽ കഥാപാത്രങ്ങൾ, ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കോർ ഓഫ് ദി സ്റ്റോറി അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ചെയ്തേക്കണ ആ ഒരു റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ്. അത് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ വെള്ളം തൊടാണ്ട് നമ്മ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 20 വർഷമായിട്ട് മൂടി വെച്ചിരുന്ന സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പടം ഇറക്കിയേക്കണം. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിപ്പോർട്ടറായിട്ടാണ് വരുന്നത്. പെഷക് റോള് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് കട്ടക്ക് രാശി ഖന്നയുണ്ട്. രാശി ഖന്ന അതേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡായിട്ട് വരുന്ന രീതി അതേ നന്നായിട്ട് തന്നെ വെറുപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം അനുസരിച്ച് അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കഥ പറഞ്ഞിരിക്കുന്ന രീതി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ അല്ലെങ്കിൽ എന്താണോ നമുക്കൊക്കെ അറിയാവുന്ന ആ ഒരു രീതി തന്നെയാണ്. തുടക്കം മുതൽ ഒരു 3/4 ഭാഗം വരെയും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അത് നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ അവർ അവിടം വരെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ലാസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഒക്കെ അടുപ്പിച്ച് അല്ലെങ്കിൽ പിന്നെ പടം അങ്ങോട്ട് തീരുന്നവരെയും കഥ പറഞ്ഞിരിക്കുന്ന രീതി ഒരു വേറെ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് വേറെ എന്തൊക്കെയോ അവർ പറയാൻ ശ്രമിക്കുന്ന പോലെ പറയാതെ ശ്രമിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അതിപ്പോൾ എത്രത്തോളം എവിഡൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഓരോ ഷോട്ടിൻ്റെ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ പടം തീരുന്ന ഷോട്ട് വരെയും അത് കംപ്ലീറ്റ്ലി എവിഡൻ്റ് ആണത്. കാരണം അങ്ങനെ പറയേണ്ടയും കാണിക്കേണ്ടയും കാര്യം ഉണ്ടായില്ല. അതായത് സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് വേറെ രീതിയിലാണ് അത് പലരും മിസ്ഇൻറ്റർപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ആൾക്കാരുണ്ടാക്കുന്ന ഇമ്പ്രഷനാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പടം ഇപ്പം മൊത്തം കണ്ട് അവസാനം കണ്ടു നിൽക്കുന്ന ക്ലൈമാക്സ് ആണ് പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് തങ്ങി നിൽക്കുക. അപ്പോൾ ആ ഒരു പോർഷനിൽ ബലമായിട്ട് എന്തൊക്കെയോ കുത്തിക്കയറ്റിയ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക്. പിന്നെ ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് എനിക്കിത് ഫീൽ ചെയ്തത്, ഞാൻ എൻജോയ് ചെയ്ത് മൂവി നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് അവർ നടന്ന കാര്യങ്ങൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവർ. പക്ഷേ ഇത് ആൾക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് അത് നമ്മുടെ ആൾക്കാരിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കാരണം ഒരു കാശ്മീർ ഫയൽസും അല്ലെങ്കിൽ ഒരു കേരള സ്റ്റോറിയൊക്കെ വന്നപ്പോഴുള്ള ഓളം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊരു തേർഡ് ട്രയോളജി എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പടമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അവസാനത്തെ പരിപാടികളൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം എന്തിന്? കാരണം ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ TV-യിലായാലും പത്രത്തിലായാലും ഫോണിലായാലും എവിടെ നോക്കിയാലും ഈ കുത്തിത്തിരിപ്പും വേർതിരിവാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറഞ്ഞ മാതിരി ഇപ്പം ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ ഓരോ വർഷം ഇതൊരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ പടങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കണം. അതായത് നമ്മുടെ കൂടിയിരിക്കണവൻ്റെ കളറ കൊടിയ ജാതി മതം ഇതൊന്നും നോക്കാൻ നമ്മൾ അവനായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപഴകാൻ തുടങ്ങുമ്പോൾ തന്നെ വരും ഇതുപോലത്തെ ഓരോ ഐറ്റംസ്. എടാ നിൽക്ക്, ഇവൻ നിന്നോടെന്താ ചെയ്തത്, അല്ലെങ്കിൽ ഇവൻ്റെ ഗ്രൂപ്പ് നിന്നോടെന്താ ചെയ്തത്, നിൻ്റെ ഗ്രൂപ്പ് അവനോടെന്താ ചെയ്തത്. അപ്പോൾ ഇതൊന്നും മറക്കല്ലേ, നീ അവനോട് സംസാരിക്കല്ലേ, നീ അവൻ്റെ തോളത്ത് കൈയിടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പടങ്ങളായാലും ലിറ്ററലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു? അത് പുറകിൽ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അത് വേറെ തന്നെ കളികൾ പുറകിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പൊട്ടന്മാർക്കില്ല. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റുപിടിച്ച് നീ നിൻ്റെ അടുത്തിരിക്കണവൻ്റെ ജാതിയും മതവും കോടിയും കളറും നീ നോക്കുന്നുണ്ടാ, നീയാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ, ഏറ്റവും വലിയ പൊട്ടൻ. കാരണം വേറെ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരാളുടെ ഒരു ഹിഡൻ പ്രൊപ്പഗണ്ടയാണ് നീ അവിടെ നടപ്പിലാക്കണത്. അപ്പം നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ പാട്ടാണ്. അല്ലാതെ നീ ഒരു റിയൽ ഇന്ത്യക്കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ നീ റിയൽ ഹിന്ദു ആയതുകൊണ്ട്, റിയൽ മുസ്ലിം ആയതുകൊണ്ട്, റിയൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല നീ അതൊന്നും സംസാരിക്കണത്.
ഇവർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഇവർ നിനക്ക് തരുന്ന ഈ പോയിസൺ കൺസ്യൂം ചെയ്താണ് നീ ഇതൊക്കെ ഈ പറഞ്ഞതും ചെയ്യണത്. കാരണം ഒരു മതത്തിലും ഒരു മതഗ്രന്ഥത്തിലും നമ്മുടെ ഒരു ഡെമോക്രസിയിലും പറയുന്നില്ല നീ മറ്റവനെ ഹെയ്റ്റ് അല്ലെങ്കിൽ മറ്റവനെ പോയി തല്ല്, മറ്റവനെ പോയി കൊല്ലുന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോരോ മനുഷ്യന്മാർ ഓരോരോ സ്വയ താല്പര്യത്തിന് ഉണ്ടാക്കുന്ന ഐഡിയാസാണ്. ആ ഐഡിയാസ് അങ്ങനെ തന്നെ വെള്ളം തൊടാണ്ട് നമ്മൾ ഉള്ളിലാക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും. അപ്പോൾ ഈ ഒരു മൂവിയായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ബെറ്ററാണ്. പക്ഷെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ബച്കരാന. കാരണം ഈ ഒരു ട്രെയിൻ ഇൻസിഡൻറ്റ് നടന്ന വെരി നെക്സ്റ്റ് ഡേ പിന്നെ ഗുജറാത്തിൽ സംഭവിച്ചത് ഇതുവരെയും ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതായിട്ടുള്ള സംഭവങ്ങളാണ്. ഭയാനകമായ അത്രയും പേടിപ്പെടുത്തുന്ന ക്രൂരമായൊരു കലാപമാണ് ഗുജറാത്തിലുണ്ടായത് അതിന് ശേഷം. അപ്പോൾ അധികം തന്നെ കാര്യങ്ങൾ നമുക്ക് എവിഡൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടായത് നഷ്ടം ഉണ്ടായത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും. അപ്പോൾ ഓരോരുത്തർ പറയുന്നതും ഈ കാണുന്നതും കാണിക്കുന്നതും കേട്ടും കണ്ടൊന്നും നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവരുത്, ഒരു തരത്തിലും മാനിപ്പുലേറ്റഡ് ആവരുത്. ജാതിയും മതവും കളറും കുന്തവും കുറുപടിയും നോക്കാണ്ട് മനുഷ്യന്മാരായിട്ടാണ് കാണാം. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ.